മുസ്ലിം സമുദായത്തിന്റെ മഹാഭൂരിപക്ഷത്തെ ഷിർക്കാരോപിക്കുന്ന തൗഹീദിന്റെ കുത്തകാവകാശികൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നവര് ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് തഫ്സീർ പറയുന്നിടത്ത് വ്യക്തമായ ഒരു വഞ്ചന മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ നടത്തിയിട്ടുണ്ട്. അതിൽ മുജാഹിദും ജമാഅത്തും യാതൊരു ഭിന്നതയുമില്ല. അവർ ഐക്യകണ്ഠേനയാണ് അഭിപ്രായം നടത്തിയത്. എന്താണ് ഇയ്യാക നസ്തഈൻ? ഞങ്ങളുടെ ആവശ്യങ്ങളിൽ എല്ലാ ചെറുതും വലുതുമായ ഭൗതികമെന്നോ പാരത്രികമെന്നോ വ്യത്യാസമില്ലാത്ത, പ്രത്യക്ഷമെന്നോ പരോക്ഷമെന്നോ വ്യത്യാസമില്ലാത്ത, സാധാരണമെന്നോ അസാധാരണമോ വ്യത്യാസമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും നീ മാത്രമാണ് സഹായി, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും തൊട്ട് തുടങ്ങി ഇന്നോളമുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഈ ആയത്തിന് അർത്ഥം വെച്ചതും വിശ്വസിച്ചു പോകുന്നതും. നമ്മളും ഒക്കെ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സഹായവും നിന്നിൽ നിന്നിട്ട് മാത്രമാണ്. അതിൽ സഹായത്തിന്റെ വകുപ്പൊന്നും വേർതിരിക്കേണ്ടതില്ല. ചെറുതെന്നോ വലുതെന്നോ അസാധാരണമെന്നോ സാധാരണമെന്നോ ഈ ഭൗതികമെന്നോ പാരത്രികമെന്നോ ഒരു വ്യത്യാസവുമില്ല. എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒരാളിൽ നിന്നിട്ട് കിട്ടി അത് കുടിച്ചാൽ അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്. ഈ വെള്ളം ഇവനാണ് തന്നത്, അതുകൊണ്ട് നിനക്ക് സ്തുതി എന്നല്ല പറയുന്നത്. ഇതിന്റെ ഉടമക്കാരൻ അള്ളാഹുവാണ്. ആ അള്ളാഹു നിന്നോട് നീ മുഖേന എനിക്ക് ഈ സഹായം എത്തിച്ചു തന്നതാണ്. അതുകൊണ്ട് ഈ സഹായം എനിക്ക് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. സാധാരണ കാര്യമല്ലേ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞാൽ, ആവട്ടെ അതായാലും ഞാൻ അതിലും ചെറുതാണെങ്കിലും അള്ളാഹുവിൽ നിന്നിട്ട് മാത്രമാണ് മുഴുവൻ സഹായങ്ങളും. ഇത് വിശ്വസിക്കുന്നിടത്ത് ഇവിടെ തൗഹീദിന്റെ കുത്തകാവകാശികൾ പറയുന്നത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന്. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദുകൾക്കും രണ്ടഭിപ്രായമില്ല. രണ്ടു കൂട്ടരും ഐക്യകണ്ഠേനെ അംഗീകരിച്ച അർത്ഥമാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു എന്ന്. ഇതുകൊണ്ടൊരാൾ മുസ്ലിം ആവൂല. ഇങ്ങനെ വിശ്വസിച്ചാൽ ഒരാൾ മൂമിനാവൂല. അവൻ ശിർക്കിലാണ് ഉള്ളത്. എന്തുകൊണ്ട്? കുറെ കഴിവ് സൃഷ്ടികൾക്കും കുറെ കഴിവ് സൃഷ്ടാവിനും. സൃഷ്ടാവിനുള്ള കഴിവ് വലിയ വലിയ കഴിവാണ്. അത് ആ സൃഷ്ടാവിലുള്ളതാണ്. അങ്ങനത്തെ കാര്യം സൃഷ്ടികൾക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള കഴിവ് സൃഷ്ടികൾക്കുണ്ട്. ആ കഴിവ് കൊണ്ട് അവർ സഹായിക്കും. അതുകൊണ്ട് അത് ചോദിക്കും ചെയ്യാം. അങ്ങനെ ആ സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാൻ അതിനൊന്നും പേടില്ല. അതേസമയത്ത് വലിയ വലിയ കാര്യങ്ങളിൽ, മനുഷ്യന് എത്താൻ കഴിയാത്ത വലിയ കാര്യങ്ങളിൽ അതിന് സഹായം ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിക്കണം. ഇത് അവരുടെ വലിയ ആരോപണമല്ല. അവരുടെ ഖുർആൻ പരിഭാഷകളിൽ ഇന്നും നമ്പർ ഇട്ടത് എഴുതിയിട്ടുണ്ട്. ഇയ്യാക നസ്തഈൻ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പരിഭാഷപ്പെടുത്തിയിട്ട് നമ്പർ ഇട്ട് താഴെ എഴുതും മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നിട്ട് അതിനൊരു വ്യാഖ്യാനവും. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ പടപ്പുകളിൽപ്പെട്ട ഏതെങ്കിലും പടപ്പുകളിൽ നിന്നിട്ട് തേടുന്നത് ഷിർക്കിന്റെ ഭാഗമാവുന്നു. അപ്പൊ മനുഷ്യന്റെ കഴിവിന് അതീതമായ കുറെ കഴിവുണ്ട്. അത് ചോദിക്കുന്നതിനോ അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നതിനോ യാതൊരു വിരോധവുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നതിന് തൗഹീദിന് തകരാറുമൊന്നുമില്ല. ഇങ്ങനൊരർത്ഥം നമുക്ക് തർക്കമൊന്നുമില്ല. നമ്മളിപ്പോ ആരോടും വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഒരാളോടും വ്യക്തിപരമായിട്ടോ മറ്റോ നമുക്ക് എതിരുമില്ല. നമ്മൾക്ക് ഇതിനോട് ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത് ഇങ്ങനൊരു വ്യാഖ്യാനം ഈ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ തഫ്സീറിലോ ഖുർആൻ 30 ജുസിൽ ബാക്കി ഏതെങ്കിലും ആയത്തിന്റെ തഫ്സീറിലോ ആയിട്ട് മനുഷ്യ കഴിവിന്റെ പരിധിയിൽപ്പെട്ട കുറെ കഴിവുകൾ ഉണ്ടാക്കി ആ കഴിവുകളിൽ പടപ്പുകളോട് സഹായം ചോദിക്കലും പടപ്പുകൾ സഹായിക്കുമെന്ന് വിശ്വസിക്കലും തൗഹീദിനെ ബാധിക്കില്ല എന്നും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായതുകൊണ്ട് അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതാണെന്നും അങ്ങനെയുള്ള പല സഹായങ്ങളും പടപ്പുകളിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുമെന്നും ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം തൊട്ട് ഈ 1300 വേണ്ട 1400 വരെയുള്ള ലോകത്ത് കഴിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട ആരാണ് അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞത്? അതോടുകൂടി നമുക്ക് ആ പ്രശ്നം തീർക്കാലോ. വേണ്ട, നമ്മൾ ഈ തർക്കം കൂടുതൽ തുടങ്ങിയപ്പോ അടുത്ത കാലത്താണല്ലോ. ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലം തൊട്ടാണ്. അപ്പൊ ഒരു 1200 വരെ കൂട്ടം.
അവിടെ നിങ്ങോട്ടുള്ള ഇവിടെ 1200 ഹിജ്റ വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇങ്ങനൊരു വ്യാഖ്യാനം ഈ ആയത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തർക്കമില്ല. ആ പണ്ഡിതന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഞങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് പറയാം. നമ്മളത് അംഗീകരിക്കുന്നല്ല. എന്നാലും നമ്മൾ തർക്കിക്കേണ്ട കാരണം അയാൾ പറഞ്ഞതനുസരിച്ചാണല്ലോ അവർ പറഞ്ഞു നോക്കാം. ഈ 1200 കൊല്ലങ്ങൾക്ക് ഇടയിൽ ലോകത്ത് ഒരാളും അങ്ങനൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. ഇത് അവർ തന്നെ വ്യക്തമായി സമ്മതിച്ചതാണ്. പണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഒരു മുഖാമുഖ പരമ്പര നടത്തിയിരുന്നു. മുജാഹിദുകളും ജമാഅത്തുകളും തമ്മിൽ ഒരു മുഖാമുഖം. ഈ മുഖാമുഖത്തിൽ അതിന്റെ കാസറ്റ് ഇപ്പോഴും എന്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഓഡിയോ കാസറ്റാണ് മാത്രം. ഇദ്ദേഹം ജമാഅത്തുകാരുമായി തർക്കിച്ചുകൊണ്ടൊരു മുജാഹിദുകാരൻ ചോദിക്കുന്നു, ആരാധനയും അനുസരണവും അടിമവേലയും അള്ളാഹുവിന് മാത്രം എന്നാണല്ലോ നിങ്ങൾ തൗഹീദിന് അർത്ഥം പറയുന്നത്. ജമാഅത്തുകാർക്ക് അങ്ങനെ മുക്കൂട്ട് തൗഹീദാ, ഇങ്ങനെയാണല്ലോ അർത്ഥം പറയുന്നത്. എന്നാൽ അനുസരണം ഇബാദത്താണെന്ന് വന്നാൽ ഉസ്താദന്മാർക്ക് ശിഷ്യന്മാരനുസരിക്കുകയോ മാതാപിതാക്കൾക്ക് മക്കൾ അനുസരിക്കുകയോ ഭരണാധികാരികളെ ഭരണീയർ അനുസരിക്കുകയോ ചെയ്താൽ ശിർക്കാവില്ലേ? അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന് പറയുമ്പോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു, നിരുപാധികമുള്ള അനുസരണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിരുപാധികമുള്ള അനുസരണം ആരാധന പോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഉസ്താദിനോടുള്ള അനുസരണം, ഉമ്മബാപ്പമാരോടുള്ള അനുസരണം, ഭരണകൂടത്തോടുള്ള അനുസരണം ഇതൊക്കെ സോപാധികമാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള അനുസരണം അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുസരണം തന്നെയാണ്. നിരുപാധികം അനുസരണം അള്ളാഹുവിന് മാത്രമാണ്. എന്നാ അങ്ങനെ നിങ്ങൾ സാധാരണ പുസ്തകത്തിൽ പറയുന്നില്ലല്ലോ. അടുത്ത ചോദ്യം, നിങ്ങൾ അങ്ങനെ പറയണില്ലല്ലോ. അനുസരണം എന്നല്ലാതെ നിരുപാധികം അനുസരണം നിങ്ങൾ സാധാരണ പറയണില്ലല്ലോ എന്ന് പറഞ്ഞതിന് ഇയാൾ തിരിച്ചു പറയാം. അത് അറിയാം, എവിടെയെങ്കിലും നിശ്ചിത പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും അത് പറയേണ്ട ആവശ്യമില്ല. ഏതുപോലെ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുമ്പോൾ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണല്ലോ നമ്മൾ രണ്ടു പക്ഷവും പറയുന്നത്. ഒരാൾ പറയാം, ജമാഅത്തുകാരൻ മുജാഹിദുകാരനോട് പറയാം, നമ്മൾ രണ്ടു പക്ഷവും പറയുന്നത്. പക്ഷേ നാം ഖുർആൻ ആയത്തിന് പരിഭാഷപ്പെടുത്തുമ്പോൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നല്ലേ പറയാറുള്ളൂ. അതിന് മറ്റേയാൾക്ക് എതിരില്ല. അതിന് എതിരില്ല. കാരണം സംഗതി ശരിയാണ്. അവരുടെ വിശ്വാസം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നേ ഉള്ളൂ. മനുഷ്യ കഴിവിന് അധീനമായ കാര്യങ്ങളിൽ ആരോട് സഹായം ചോദിച്ചാലും അത് ശിർക്കും തൗഹീദുമായി ബന്ധപ്പെടുന്നതല്ല. അതിന് പ്രശ്നമില്ല. എന്നാ അങ്ങനെ സാധാരണ അർത്ഥം പറയുന്നില്ലല്ലോ. അങ്ങനെയാണ്, എല്ലായിടത്തും പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ഇങ്ങനൊരർത്ഥം നമ്മൾ പറയണ്ട. ഇപ്പൊ ജമാഅത്തും മുജാഹിദും രണ്ടും വിശ്വസിക്കുന്നത് മനുഷ്യ കഴിവിന് അധീനമായ, ഇപ്പൊ അവിടെ വേറെ തർക്കണ്ട, വിഷയം വേറെ. ഏത് സലാഹിയും അതുപോലെ തന്നെ മറ്റേയാളും തമ്മിൽ, സലഫിയും തമ്മിൽ തർക്ക. സലാഹിയും സലഫിയും തമ്മിൽ മനുഷ്യ കഴിവെന്നോ സൃഷ്ടികളുടെ കഴിവെന്നോ പറയേണ്ടത് അതെന്തോ ആയിക്കോട്ടെ, ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കുറെ കാര്യങ്ങളിൽ സഹായം തേടുന്നത് അല്ലാത്തവരോടാവാം, അതിൽ ശിർക്ക് വരില്ല. ചില കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ. അത്തരം കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടൽ ശിർക്കാണ്. സമ്മതിച്ചു. ഇതിന് നിങ്ങൾ ഒരായത്ത് ഖുർആൻ ഓതിയാൽ നമ്മൾ അന്ന് തർക്കം നിർത്തി. ഫാത്തിഹ സൂറത്ത് തൊട്ട് ഖുൽ റബ്ബിന്നാസ് വരെയുള്ള 30 ജുസിൽ നിന്ന് ഒരൊറ്റ ആയത്ത് ഈ പറഞ്ഞ വാദത്തിന് തെളിവായി നിങ്ങൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ഓക്കെ. ലക്ഷക്കണക്കായ ഹദീസുണ്ട്, അതിൽ ബുഖാരി എന്നെ റിവായത്ത് ചെയ്തോളന്ന് നമ്മൾക്ക് വാശില്ല. സഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിൽ, അത് ആര് റിവായത്ത് ചെയ്തോന്നുള്ള പ്രശ്നമില്ല, ഹദീസ് സഹീഹായ മാത്രം മതി. സഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിൽ ഇങ്ങനൊരു വിഭജനം കഴിവുകൾക്ക് കൊടുത്തുകൊണ്ട് അതിൽ അധീനമായതിൽ അള്ളാഹു അല്ലാത്തവരോട് തേടാമെന്നും ലഭിക്കുമെന്നും അങ്ങനെ തേടുന്നത് ശിർക്കാവില്ല എന്നും, മറിച്ചാണെങ്കിൽ മാത്രമേ ശിർക്കാവൂ എന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശയം ലഭിക്കുന്ന ഒരു ഹദീസ് ഉണ്ടെങ്കിൽ നമുക്ക് തർക്കില്ല. രണ്ടും വേണ്ട. ഖുർആനും ഹദീസും തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണല്ലോ. പൂർവികരായ സലഫു സാലിഹീങ്ങൾ ഇബ്നു തൈമിയ വരുന്നതിന്റെ മുമ്പ് 8 നൂറ്റാണ്ടിൽ ജീവിച്ച ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ ഒരു വിഭജനം നടത്തിയതായി തെളിയിക്കാമെങ്കിൽ ഈ വിഷയത്തിലുള്ള തർക്കം ഞങ്ങൾ നിർത്തിവെക്കും. അത് പോട്ടെ,
200 വരെയുള്ള ഇബ്നു അബ്ദുൽ വഹാബ് വരുന്നത് വരെയുള്ള കാലഘട്ടത്തിനിടയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായി അവര് വാദിക്കുന്നുമില്ല. മറിച്ച് ലോകത്ത് ആദ്യം ഇങ്ങനെ ഒരു ആശയം സ്വയം ഗവേഷണത്തിലൂടെ പറഞ്ഞത് ഈജിപ്തിലുണ്ടായിരുന്ന റഷീദ് റിള, അയാളുടെ അൽമനാർ എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട്. അതിലൂടെയാണ് ഈ വിഷയം ലോകത്തിന്റെ മുന്നിൽ ആദ്യം എടുത്തു വെക്കുന്നത്. അതിവിടെ 1300 ശേഷം ജീവിച്ച ആളാണ്. നമ്മളെ കെ മൗലവി കേരളത്തിൽ ജീവിക്കുന്ന കാലത്ത്, അതുപോലെ തന്നെ ഈ വക്കം മൗലവിയൊക്കെ ജീവിക്കുന്ന കാലത്ത് ഇവിടെ ഈജിപ്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഇയാള്. അയാളുടെ മുന്നിൽ പണ്ട് നമ്മളെ മൂസ മൂല്യാരുണ്ട്, ഇനി ഏത് നാട്ടിക മൂസ മൂല്യാര്, ഇയാൾ ഇവര് വെല്ലുവിളിച്ച് പറഞ്ഞു 1 കോടി രൂപ ഇനാം സമ്മാനം തരാൻ. ലോകത്ത് ഏതെങ്കിലും പൂർവികരായ ഒരു പണ്ഡിതൻ ഇങ്ങനൊരു വ്യാഖ്യാനം ഈ ആയത്തിന് പറഞ്ഞതായും സഹായത്തിന് ഇങ്ങനെ വിഭജിച്ചതായും തെളിയിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞതിന് ഉമ്മർ മൗലവി പറഞ്ഞ റഷീദ് റിള വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാ. റഷീദ് റിള വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ലോകത്തൊരു മഹ്ലൂക്ക് പറഞ്ഞിട്ട് ഞാൻ അയാൾ സമ്മതിക്കലല്ലേ അതിന്റെ അർത്ഥം. റഷീദ് റിള ഇവിടെ കെ മൗലവിയും അതുപോലെ തന്നെ വക്കം മൗലവിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ജീവിച്ച മനുഷ്യനാണ്. അയാൾ അൽമനാർ വായിച്ചിട്ടാണ് ഇവര് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അതിപ്പം കെ മൗലവി പറഞ്ഞതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉമ്മർ മൗലവി പറഞ്ഞതിന് പോലെ അതല്ല നമ്മൾ പറയുന്നത്. ലോകത്തുള്ള മനുഷ്യ ലോകത്ത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞണോ? ഇല്ല. സത്യത്തിൽ ആരും പറയാത്ത ഒരാശയം സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ്. ഇതിന് ഖുർആന്റെ പിൻബലമില്ല, ഹദീസിന്റെ പിൻബലമില്ല. ഇതേ ചോദ്യം തന്നെ കുറച്ച് സത്യം പറയാൻ തണ്ട് കാട്ടിയിട്ടുണ്ട് ഇയാള്. ഏത് ഈ ഷെയ്ഖ് മുഹമ്മദ് മുഖാമുഖങ്ങളിൽ അയാളോട് ചോദിച്ചു, ഇങ്ങനൊരു വ്യാഖ്യാനം പൂർവികരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നോട് മാത്രം ഞങ്ങൾ ചോദിക്കുന്നു എന്നൊരു വിഭജനം, അതീതം നിന്ന് വിഭജിച്ചുകൊണ്ട് അധീനമായ കാര്യങ്ങളിൽ ചോദിക്കുന്നത് തൗഹീദിനെ ബാധിക്കില്ല എന്നും അതീതമായ കാര്യങ്ങളിൽ മാത്രമേ തൗഹീദിനെ ബാധിക്കൂ എന്നുമുള്ളൊരു വിഭജനം പൂർവികരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് ശുദ്ധ മലയാളത്തിൽ അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൂർവികരാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഖുറാഫികൾ ചോദ്യ വൈദഗ്ധ്യം കാണിച്ചുകൊണ്ട് മുടിനാരിഴക്കേറി ചോദ്യങ്ങൾ ചെയ്തപ്പോൾ അവരെ അടക്കിയിരുത്താൻ മറ്റു വഴി കാണാതെ വന്നപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ചതാണ്. എങ്ങനെയുണ്ട്? ചോദ്യം കരളിന് കുത്തിയപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പം പ്രമാണം ഉണ്ടാക്കിയതാണ്. ഇത് പച്ച മലയാളത്തിൽ ഇയാള് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാവ് മുഖാമുഖത്തിൽ പരസ്യമായി പറയുന്നത് കാസറ്റ് അഞ്ഞിപ്പോ പൂ പിടിച്ചോണെന്ന് പറഞ്ഞപ്പോഴും എന്റെ അടുത്ത സ്റ്റോക്ക് ഉണ്ട്. 6 കാസറ്റുകളുണ്ട് തുടർച്ചയായിട്ടുള്ള മുഖാമുഖങ്ങൾ. ഇതാണ് അതിന്റെ സത്യം. ആരെയോ കുറെ ആളുകളെ കാഫറാക്കണമെന്ന് സ്വയം തീരുമാനിക്കുകയും അതിന് ഖുർആനിലും തിരുസുന്നത്തിലും പൂർവികരായ മഹാന്മാരുടെ ഉദ്ധരണികളിലും തെളിവ് കാണാതെ വന്നപ്പോൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയ ഒരു ഏടാകൂടമാവുന്ന കെട്ടിക്കൂട്ടൽ ആദർശം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ശുദ്ധ തൗഹീദിന്റെ ആളുകളാവുന്ന ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഷിർക്കിന്റെ അഹ്ലുകാരും മുശ്രിക്കീങ്ങളുമായി ചിത്രീകരിക്കുകയും യഥാർത്ഥത്തിൽ മനുഷ്യ കഴിവിന് അധീനമായ കാര്യങ്ങളിൽ അല്ലാത്തവരോട് സഹായം ചോദിക്കാമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ചോദിക്കുകയും ചെയ്യുന്ന ഇത്തരം ഏടാകൂടത്തിൽപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ ഷിർക്കിന്റെ ആളുകളാണ്. അവർ സ്വയം തൗഹീദായി അഭിനയിക്കുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ആളുകളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കുകയും സ്വയം ഷിർക്ക് ചെയ്യുന്നവർ തൗഹീദിന്റെ ആളുകളായി ലോകത്തിന്റെ മുന്നിൽ നെളിയുകയും ചെയ്യുക എന്ന വിരോധാഭാസമാണ് ഇന്ന് നടക്കുന്നത്. അതാണ് രസം. ഇതൊക്കെ പടപ്പുകളോട് ചോദിക്കുക, പടപ്പുകൾ സഹായിക്കും തന്നെ വിശ്വസിക്കുന്നത്. അതിൽ ഷിർക്കൊന്നും കേടില്ല. എന്നാൽ അല്ലാഹു തആല പറയുന്നു, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ ചെയ്യുന്നത് പോട്ടെ, വിചാരിക്കണമെങ്കിൽ ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വേണ്ടുക വേണം. ബിഇദ്നി, അല്ലാതെ അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ അവൻ കൊടുക്കുന്ന കഴിവുകൊണ്ടല്ലാതെ ലോകത്ത് ഒരു ശക്തിക്കും ഒന്നിനും കഴിയില്ല. എത്രത്തോളം വമാ തശാഊന
ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. സർവ്വലോകരക്ഷിതാവായ റബ്ബിന്റെ വേണ്ടുകയില്ലാതെ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല. അതാ ഖുർആൻ പറയുന്നത്, അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും.